Welcome to Learning for All. Learning today, leading tomorrow. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ടൈം ടേബിൾ വെറുതെ അങ്ങ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു ടൈം ടേബിൾ തന്നിട്ട് നിങ്ങളോട് അത് ഫോളോ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അതിന് പകരം നിങ്ങൾ ഓരോരുത്തരും ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വെൽക്കം ടു ലേണിംഗ് ഫോർ ഓൾ. എക്സാം അങ്ങ് അടുക്കുമ്പോഴേക്കും കുറേ കുട്ടികൾക്ക് പിന്നെ ടെൻഷനാവും. അയ്യോ, എങ്ങനെ പഠിക്കും, ഇത്രയും സബ്ജക്റ്റ് പഠിക്കണം, എങ്ങനെയാണ്? അതിനെല്ലാം കാരണം ഒരു പ്ലാനിങ് ഇല്ലാത്തതാണ്. അപ്പം നമുക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്ലാനിങ് വേണം. ഏതെല്ലാം സബ്ജക്റ്റ് എപ്പോഴൊക്കെ പഠിക്കണം, അതിനെ പറ്റി ഒരു ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിന് വേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, മെന്റൽ ഡിസ്ട്രാക്ഷൻ. മെന്റൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കൂടുതലായിരിക്കും. സെക്കൻഡ് വൺ, പ്രോക്രാസ്റ്റിനേഷൻ. എല്ലാത്തിനും ഒരു ഡിലേ വയ്ക്കുക, നാളെ പഠിക്കാം, പിന്നെ പഠിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഉറക്കം വരിക. ഫോർത്ത് വൺ, നോ ടൈം. ലാസ്റ്റ് വൺ, ടെൻഷൻ അടിച്ച് ഒന്നും പഠിക്കാൻ പറ്റാതെ വരിക. ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ നേരിടുന്നത്. ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഒരു നല്ലൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഇതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾ വേണം. ഒരു സ്റ്റുഡൻറ് ഒരു SSLC എക്സാം, ഒരു +2 എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗോൾസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് ഓരോരുത്തരുടെ അനുസരിച്ച് മാറും. ലോങ് ടേം എന്താണ്? എനിക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു കോഴ്സിന് ജോയിൻ ചെയ്യണം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ന ടോപ്പിക്ക്, ഇന്ന് ഇൻ്റഗ്രേഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ ആ ഇൻ്റഗ്രേഷൻ ഇത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേമും ലോങ് ടേമും ഗോള് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതനുസരിച്ച് വേണം പ്ലാനിങ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുക, എന്താണ് എൻ്റെ ലോങ് ടേം ഗോള്, എന്താണ് എൻ്റെ ഷോർട്ട് ടേം ഗോള്. ഇത് വെച്ചിട്ട് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ബിറ്റ്വീൻ സ്റ്റഡി ടൈം ആൻഡ് ഫ്രീ ടൈം. അതായത് നമ്മൾ നമ്മുടെ സ്റ്റഡി ടൈം മാത്രമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും, നമുക്ക് മടിയാവും, നമുക്ക് ഉറക്കം വരും അല്ലേ? അതുപോലെ ഫ്രീ ടൈം മാത്രമാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം അത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. ഇത്ര ടൈം പഠിക്കണം, ഇത്ര ടൈം കളിക്കണം, ഇത്ര ടൈം മറ്റുള്ളവരായിട്ട് സ്പെൻഡ് ചെയ്യണം, ഇത്ര ടൈം ഉറങ്ങണം, അങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ബാലൻസ് ബിറ്റ്വീൻ സ്റ്റഡി ആൻഡ് ഫ്രീ ടൈം. ഒരു പെട്ടെന്ന് വന്നിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മളത് ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അനാവശ്യമായ കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത അതായത് എക്സാം വരുന്നതിന് മുന്നേ ആവശ്യമില്ലാത്ത തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ സ്റ്റഡി ടൈം ഇൻക്രീസ് ചെയ്യുക. എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. അതും നമ്മുടെ ടൈം ടേബിളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ, ഇതിനു വേണ്ടിയിട്ട് സമയം കാണണം. നമ്മൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും എക്സസൈസിനോ മെഡിറ്റേഷനോ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ വീക്കിലി മിനിമം ഒരു 6 hours എങ്കിലും മാറ്റി വെക്കണം. അല്ലാതെ നമ്മൾ പഠിത്തം മാത്രമാക്കി വെച്ചിട്ട് നമുക്ക് ബാക്ക് പെയിൻ, നമ്മുടെ ഹെൽത്ത് അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ എക്സസൈസിന് വേണ്ടിയിട്ട് ടൈം ടേബിളിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കണം. പിന്നെ ഫുൾ ടൈം പഠിത്തത്തിലാവാതെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് ടൈം ചിലവഴിക്കാനും നോക്കണം. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് അധികം ഫ്രണ്ട്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ കോള് ഒക്കെ വഴിയിട്ട്, അല്ലാതെ പഠിത്തം മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളിൽ എക്സസൈസ്, മെഡിറ്റേഷൻ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ടേക്ക് എ ബ്രേക്ക്. നമ്മൾ ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും, നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജി കിട്ടില്ല, വളരെ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരുന്ന് പഠിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് എടുക്കുക. അതായത് റിലാക്സ്, റിഫ്രഷ് ആൻഡ് റീചാർജ്. നമ്മളൊരു മൊബൈൽ തന്നെ കുറേ നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടില്ല, അതിൻ്റെ ചാർജ് പോയില്ലേ? സെയിം പ്രിൻസിപ്പിൾ. നമ്മൾ കുറേ നേരം പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉത്സാഹമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ സ്നാക്ക് ടൈം കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ബുക്ക് വായിക്കാനാണ് ഇഷ്ടമെങ്കിൽ ബുക്ക് വായിക്കുക, മോട്ടിവേഷൻ വീഡിയോസ് കാണാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആ ടൈം നിങ്ങളുടെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കുറേ കുട്ടികൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്,
കൂടുതലും വളരെ നല്ല മാർക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത്രയും കൂടി എനിക്ക് പഠിക്കാം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത കാര്യമാണ് ഉറക്കമൊഴിക്കൽ. മിനിമം ഒരു 7 hours എങ്കിലും നമ്മൾ കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ബാഡായിട്ട് ബാധിക്കുകയും ചെയ്യും. നമ്മൾ പഠിക്കുന്നത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ സമയം ഉറക്കമില്ലാതെ യൂസ് ചെയ്യുകയും ചെയ്യും, പക്ഷെ നമുക്കൊരു ഉപകാരമില്ലാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യുന്നു, തീർച്ചയായും 6 hours എങ്കിലും ഉറങ്ങണം. വേറൊരു കാര്യം, സ്റ്റിക്ക് ടു ഷെഡ്യൂൾ. നമ്മൾ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഫ്ലെക്സിബിളാണ്. അത് പാടില്ല. നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ചില കുട്ടികൾക്ക് ഇന്ന ടൈം അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടൈം ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അത് തന്നെ വേറൊരു കുട്ടിക്ക് പറ്റണമെന്നില്ല അല്ലേ? അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് എനിക്ക് ചിലപ്പോൾ 6 hours കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല അല്ലേ, ചിലർക്ക് 2 hours കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ 2 hours ഈ സബ്ജക്റ്റ് പഠിക്കുക എന്ന് വയ്ക്കുക. ചിലർക്ക് ഒരു സബ്ജക്റ്റ് തന്നെ 1 hour കൂടുതൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ പോസിബിലിറ്റി അനുസരിച്ച് എനിക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമോ ആ രീതിയിലായിരിക്കണം ഞാൻ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതിനകത്ത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാം. ചെക്ക് യുവർ കറന്റ് ഷെഡ്യൂൾ. ചില കുട്ടികൾ എക്സാമുകളുടെ അടുക്കുമ്പോഴേക്കും ഒരു ഷീറ്റ് എടുത്തിട്ട് ഇത്ര സമയം പഠിക്കാം, ഇത്ര സമയം ഇന്ന് ചെയ്യാം, അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. അവസാനം അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാനും പറ്റില്ല, അത് നമുക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. എന്നിട്ട് പറയും ടൈം ടേബിൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഷെഡ്യൂൾ അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഇന്നാണ് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ആ ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ ഷെഡ്യൂൾ ആദ്യം നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ലിസ്റ്റ്, ഡെഡ് ലൈൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. നിങ്ങൾക്ക് എക്സാം ഇന്ന ടൈമിലാണ്, അപ്പോൾ ഞാൻ ഇത്ര ഡേയ്സിനുള്ളിൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഇത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത്ര കംപ്ലീറ്റ് ചെയ്യണം. അത് കുറച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനുള്ള ഡെഡ് ലൈൻ, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ, നമ്മളുടെ കറണ്ട് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡെഡ് ലൈൻസും കമ്മിറ്റ്മെൻറ്റും ഉണ്ടാക്കണം. എന്നിട്ട് പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ. അതായത് എനിക്കിപ്പോൾ മാത്സിൽ ഇൻ്റഗ്രേഷനാണ് ടഫ്, അതിനെനിക്ക് കുറച്ച് കൂടുതൽ ടൈം വേണമെങ്കിൽ ഞാൻ ആ ടൈമിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കുക. ചില കുട്ടികൾക്ക് പ്രോബബിലിറ്റിക്ക് ആയിരിക്കാം കൂടുതൽ സമയം വേണ്ടത്. ഞാനിപ്പോൾ മാത്സ് പറയുകയാണ്, ചിലർക്ക് ഇനി സോഷ്യൽ സയൻസിനാണ് കൂടുതൽ സമയം വേണമെങ്കിൽ അത് പ്രയോറിറ്റൈസ് ചെയ്യുക, അതിന് കൂടുതൽ ടൈം ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഒരു നല്ലൊരു ടൈം ടേബിൾ തരാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യില്ല. എനിക്ക് പറ്റുന്ന ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് ഞാനാണ്. കാരണം എനിക്ക് ചിലപ്പോൾ രാവിലെ ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് പറ്റില്ല. ചില കുട്ടികൾക്ക് രാവിലെ സയൻസ് ആയിരിക്കും പഠിക്കാൻ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റൈസേഷൻ അനുസരിച്ച് നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. +2 എക്സാമിനും SSLC എക്സാമിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.